തിരുസഭ 84. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 59-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുലിഖിതമാണ്. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കുവാനും കർത്താവിനോട് പ്രാർത്ഥിക്കുവാനും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാനും ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാനും ദൈവത്തോടു കൂടി ആയിരിക്കാനും വലിയ ആഗ്രഹമുണ്ട് എങ്കിലും ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ദൈവം അംഗീകരിക്കാത്ത ചില വ്യക്തി ബന്ധങ്ങളിലേക്ക് കടന്നു വരികയും ദൈവം അരുതെന്ന് പറഞ്ഞിരിക്കുന്ന ചില വസ്തുക്കളൊക്കെ ഉപയോഗിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനുപരിയായി സ്വന്തം ഇഷ്ടവും സ്വന്തം സുഹൃത്തുക്കളുടെ ഒക്കെ ഇഷ്ടം പ്രതിഷ്ഠിച്ച് ഈ ലോകത്ത് ആരെങ്കിലുമൊക്കെ ആയി തീരുവാനും ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ നേടുവാനുമൊക്കെ നമ്മൾ ഓടി നടക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇപ്രകാരമുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ ദൈവത്തിൻ്റെ മുഖം നമ്മളിന്ന് മറച്ചു വയ്ക്കുന്ന, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ തടഞ്ഞു നിർത്തുന്ന ചില വസ്തുക്കളും വ്യക്തികളും സാഹചര്യങ്ങളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. സഹോദരങ്ങളെ, യെശയ്യാ പ്രവാചകരുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിൻ്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്: നമ്മൾ ഏതെങ്കിലും അകൃത്യം ചെയ്യുമ്പോൾ, ഏതെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമുക്കെതിരായി മാത്രമല്ല, ഏത് വ്യക്തിക്കെതിരായിട്ടാണോ അത് തെറ്റ് ചെയ്യുന്ന ആ വ്യക്തിക്കെതിരെ മാത്രമല്ല, എന്നെയും എൻ്റെ ദൈവത്തെയും തമ്മിൽ ആ അകൃത്യം അകറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തെയും എന്നെയും തമ്മിൽ അകറ്റുന്ന ഏതെങ്കിലും പാപമോ അകൃത്യങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ ഒരു വിനയാണ്. അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. ദൈവത്തെയും നമ്മളെയും തമ്മിൽ അകറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തപ്പെടുന്നത് ശത്രുവിൻ്റെ കൈകളിലാണ്. ദൈവത്തിൻ്റെ സംരക്ഷണ കരവലയത്തിൽ നമ്മളായിരിക്കുന്ന അത്രയും കാലം ശത്രുവിനെ നമ്മളെ സ്പർശിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആ സംരക്ഷണ വലയം നമ്മൾ അകൃത്യങ്ങൾ ചെയ്ത് പാപം ചെയ്ത് വിച്ഛേദിച്ച് കഴിയുമ്പോൾ നമ്മളും ദൈവവും തമ്മിൽ അകലുവാൻ തുടങ്ങും. ആ അകൽച്ചയിൽ തിന്മ കയറി ഇടപെടാൻ തുടങ്ങും. അത് നമ്മൾ വലിയ തകർച്ചയിലെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കണമെങ്കിൽ വിശുദ്ധലിഖിതം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: തിന്മയിൽ നിന്ന് അകന്നു നിൽക്കണം. നിൻ്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിൻ്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. വളരെ ശക്തമായ വാക്കാണ്. നിൻ്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, പാപങ്ങളെ നമ്മൾ നിസ്സാരമായി കരുതരുത്. പലപ്പോഴും ചില പാപങ്ങളൊക്കെ ചെയ്യുന്ന സാഹചര്യം നമ്മൾ ഒരുപാട് എക്സ്ക്യൂസുകൾ എടുക്കാറുണ്ട്, കോംപ്രമൈസ് എടുക്കാറുണ്ട്. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ, ഇതൊക്കെ ചെയ്തില്ല എന്താ ജീവിതം, ഇങ്ങനെയൊക്കെ ഉള്ള ചില എക്സ്ക്യൂസുകൾ, കോംപ്രമൈസുകൾ ഒക്കെ ചെയ്യും. ഞാൻ വലിയ വലിയ പാപം ചെയ്യുന്നില്ലല്ലോ, ഇതൊക്കെ ചെറിയ ചെറിയ സമയത്ത് ഇതൊക്കെ ഇല്ലെങ്കിൽ എന്താ ജീവിതത്തിലൊരു സന്തോഷം എന്നൊക്കെയുള്ള ചെറിയ ചെറിയ എക്സ്ക്യൂസുകൾ എടുത്ത് പാപത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്: സഹോദരങ്ങളെ, നമ്മുടെ പാപം ദൈവത്തിൻ്റെ മുഖം നമ്മളിൽ നിന്ന് മറച്ച് വയ്ക്കുന്നു. അതിനാൽ വീണ്ടും വചനം പഠിപ്പിക്കുക: അതിനാൽ അവിടുന്ന് നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അപ്പോൾ പാപം ചെയ്യാനായിട്ട് വ്യഗ്രത
കാണിക്കുന്ന മനുഷ്യൻ്റെ മുൻപിൽ നിന്ന് ദൈവം തന്നെ മുഖം മറയ്ക്കുകയും അവൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയും ചെയ്യും എന്ന് വിശുദ്ധയിൽ നിന്ന് പഠിപ്പിക്കുക. എന്നാൽ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്, ദൈവം നമ്മളിൽ നിന്ന് മുഖം മറിച്ചിരിക്കുന്നത്, ദൈവം നമ്മളിൽ നിന്ന് അകന്നിരിക്കുന്നത് നമ്മൾ അറിയാതെ പോകുന്ന സാഹചര്യം. നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ദൈവം പ്രാർത്ഥന കേൾക്കാതെ, കാരണം പാപത്തിൻ്റെ ബന്ധനങ്ങൾ കഴിയുന്നത് കൊണ്ട്, ഇല്ലെങ്കിൽ ദൈവം പലപ്പോഴും പ്രേരണ നൽകിയിട്ട്, പലപ്പോഴും ചേർത്ത് നിർത്തിയിട്ട്, പലപ്പോഴും ക്ഷമിച്ചിട്ട്, പല വ്യക്തികളുടെ സാഹചര്യങ്ങളുടെ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ദൈവത്തെ മാറ്റി നിർത്തി സാത്താൻ്റെ ചില പ്രലോഭനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുകയാണ്. നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നീ എത്തപ്പെടുമെന്ന് വചനം പഠിപ്പിക്കുക. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്ന ഉചിതമാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ പല വ്യക്തികൾക്ക് വേണ്ടിയോ വസ്തുക്കൾക്ക് വേണ്ടിയോ ചില കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നുണ്ടോ? ഇന്ന് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാത്ത മറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ ചിന്തിക്കണം. എൻ്റെ ഏതെങ്കിലും പാപങ്ങളോ എൻ്റെ ഏതെങ്കിലും അകൃത്യങ്ങളോ ഞാൻ ചെയ്യാമായിരുന്ന എന്തെങ്കിലും നന്മയോ ചെയ്യാതെ എൻ്റെ സ്വാർത്ഥതയ്ക്ക് പുറമെ ഞാൻ പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ്. ഇപ്രകാരം പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പാപം ദൈവത്തിൻ്റെ മുഖം നമ്മളിൽ നിന്ന് മറയ്ക്കും എന്ന് വചനം പഠിപ്പിക്കുന്നത് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു കൊച്ചു പാപത്തെ പോലും നിസ്സാരമായി കരുതാതെ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും പാപത്തിൻ്റെ കൂട്ടുകെട്ടിലും വെറുത്തുപേക്ഷിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. നമ്മുടെ അകൃത്യങ്ങൾ ഒരിക്കലും ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റാതിരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ ഒരിക്കലും ദൈവത്തിൻ്റെ മുഖം നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തപ്പെടാതിരിക്കട്ടെ. അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഇല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വിഫലമായി മാറുകയാണ്. സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ, പാവത്തെയും പാവ സാഹചര്യങ്ങളെ വെറുത്തുപേക്ഷിച്ച് ജീവിക്കുവാനുള്ള ധൈര്യം നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിലൂടെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പുത്രനായ ദൈവത്തിൻ്റെ കരങ്ങളെ സമർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.